എന്തായാലും പി വി അൻവറിനെ തൃണമൂൽ പ്രവേശനം ഇനി അങ്ങോട്ട് തുണയ്ക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അടിമൂത്തിരിക്കുകയാണ്. കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് ബംഗാളിൽ ഇരുന്ന് മമതാ ബാനർജി എന്ത് ചെയ്യാനെന്നാണ് ഇവിടെയുള്ള തൃണമൂലിൻ്റെ സംസ്ഥാന നേതൃത്വം ചോദിക്കുന്നത്. കേരളത്തിലെ തൃണമൂലിലേക്ക് അൻവർ വന്ന ഉടനെ അടിയും തുടങ്ങി. എങ്ങനെയെങ്കിലും UDF-ലേക്ക് ഒന്ന് കയറിപ്പറ്റാൻ അൻവർ പരമാവധി നോക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ ലാസ്റ്റ് ബസ് വരുന്ന കാത്ത് അൻവർ വഴിയിൽ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ഇടുത്തി പോലൊരു വിജിലൻസ് അന്വേഷണം സർക്കാർ അൻവറിൻ്റെ തലയിൽ കൊണ്ടുവച്ചത്. മുരുകേഷ് നരേന്ദ്രൻ പരാതിക്കാരൻ നൽകിയ പരാതിയിൽ ഉന്നയിച്ച ആരോപണങ്ങളുടെ നിജസ്ഥിതി കണ്ടെത്താനായിട്ട് അതിൽ അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭൂമി അനധികൃതമായി തരം മാറ്റി കൈവശം വച്ചിരിക്കുന്നതെന്നാണ് അൻവറിനെതിരായ പരാതി. 1-2-3 11.46 ഏക്കർ സ്ഥലമാണ് ആലുവയിൽ അൻവർ അനധികൃതമായി കൈവശം വെച്ചുവെന്ന് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഒന്നുകിൽ ആ ഭൂമി തൻ്റെതല്ലെന്ന് അൻവർ തെളിയിക്കണം, അല്ലെങ്കിൽ തൻ്റെ കയ്യിലുള്ള ആ ഭൂമി അത് തരം മാറ്റിയതല്ലെന്ന് അൻവർ തെളിയിക്കണം. അല്ലെങ്കിൽ തന്നെ തൃണമൂലിൻ്റെ കൺവീനറായി ചുമതല നൽകിയെങ്കിലും കേരളത്തിലെ തൃണമൂലുകാർ അൻവറിനെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അത് അന്നുമില്ല ഇന്നുമില്ല. അൻവർ ഈ പാർട്ടിയിലേക്ക് ബംഗാൾ വഴി കടന്നു വന്നതിൻ്റെ ക്ഷീണം പാർട്ടിക്കാർക്കെതിരെ മാറിയിട്ടില്ല. അതിൻ്റെ ഞെട്ടലും അവർക്ക് മാറിയിട്ടില്ല. തൃണമൂലുകാർ ഒട്ടും പ്രതീക്ഷിച്ചില്ല പി വി അൻവർ മമതാ ബാനർജി വഴി ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറി വരുമെന്ന്. തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കൺവീനറായ പി വി അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുന്നത് മറ്റൊരു ഘടകവുമല്ല, കേരളത്തിലെ തന്നെ തൃണമൂലിൻ്റെ സംസ്ഥാന നേതൃത്വമാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ ഈ അൻവർ ആരാണെന്നാണ് അവർ ചോദിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് അൻവറിൻ്റെ തറവാട്ട് സ്വത്തല്ലെന്ന് TMC കേരള പ്രദേശ് പ്രസിഡന്റ് CG ഉണ്ണി മുഖത്തടിച്ചതുപോലെയാണ് അൻവറിനോട് പറഞ്ഞത്. TMCയെ അൻവർ തൻ്റെ സ്വന്തം നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്നും ഇഷ്ടക്കാരെ മാത്രം വിളിച്ചു ചേർത്ത് യോഗങ്ങളും ചർച്ചകളുമൊക്കെ നടത്തുകയാണെന്നും അവർ പറയുന്നു. ഇതാണ് ഭൂരിഭാഗം തൃണമൂലുകാരുടെയും പരാതി. മമതാ ബാനർജിയെ പോലും വകവയ്ക്കാത്തവരാണ് ഇവിടുത്തെ തൃണമൂലുകാർ ഓർക്കണം. പല സന്ദർഭങ്ങളിലും അവർ അത് തെളിയിച്ചതുമാണ്. ഇവിടെ വന്നിട്ട് നുണക്കഥകൾ പറഞ്ഞ് ആളാകാനാണ് അവൻ്റെ ശ്രമമെങ്കിൽ നടക്കില്ല എന്നാണ് ഇപ്പോൾ തൃണമൂലുകാർ പറയുന്നത്. സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാൻ അൻവറിന് ആരും അധികാരം നൽകിയിട്ടില്ല. അങ്ങനെ ഒരു അധികാരം അൻവറിന് ഇല്ല. വെറും ഒരു ജനറൽ കൺവീനറാണ്, അത് താൽക്കാലിക ചുമതല എന്നാണ് അവർ പറയുന്നത്. അണികളെ ചൊടിപ്പിച്ച് എന്താണ്, രാജിവെച്ച ഉടൻ തന്നെ അൻവർ പറഞ്ഞു താൻ തൃണമൂലിലേക്ക് പോകുന്നുവെന്ന്. തൊട്ട് പിന്നാലെ അൻവർ പറഞ്ഞ അടുത്ത വാക്ക്, നിലമ്പൂരിൽ താൻ ഇനി മത്സരിക്കാനില്ല, താൻ മത്സരിച്ച അതേ നിയമസഭാ സീറ്റ് കോൺഗ്രസിലെ ആരെങ്കിലും മത്സരിക്കട്ടെ, പറ്റുമെങ്കിൽ മലപ്പുറത്തെ DCC സെക്രട്ടറി മത്സരിക്കട്ടെ എന്നാണ് അൻവർ പറഞ്ഞത്. അൻവറിൻ്റെ ആ ഒരു ഔദാര്യ പ്രഖ്യാപനമുണ്ടല്ലോ, അതാണ് TMCക്കാർ ചൊടിപ്പിച്ചത്. നിലമ്പൂരിൽ അൻവർ മത്സരിക്കാനില്ലെങ്കിലും നിലമ്പൂരിൽ ആര് മത്സരിക്കണം എന്ന് പറയാനോ TMC മത്സരിക്കേണ്ട എന്ന് പറയാനോ അൻവർ ആരെന്നാണ് അവരിപ്പോൾ ചോദിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളാണ്, അവർക്കുമുണ്ട് മത്സരിക്കാൻ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ തൃണമൂൽ സീറ്റിൽ TMCയിലെ മറ്റേതെങ്കിലും നേതാവ് ഭാവിയിൽ മത്സരിച്ചാലും സംശയിക്കാനില്ല എന്നാണ് സംസ്ഥാന ഘടകം പറയുന്നത്. കാരണം തീരുമാനമെടുക്കേണ്ടത് ജനറൽ കൺവീനറായ അൻവറല്ല, പകരം സംസ്ഥാന ഘടകമാണെന്ന് TMC പറയുന്നു. നിലമ്പൂരിൽ പാർട്ടി മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അൻവറിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. അൻവറിൻ്റെ ഇത്തരം കഥകൾ TMC നടക്കില്ല എന്നവർ കട്ടായം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മുന്നറിയിപ്പ് നൽകുമ്പോൾ അൻവറിന് ഏക വഴി മുസ്ലിം ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ്. പക്ഷേ ലീഗിലുമുണ്ട് കുഞ്ഞാലിക്കുട്ടി വിഭാഗവും തങ്ങൾ വിഭാഗവും ഒക്കെ. കാരണം ഇവർക്കെല്ലാം അൻവറിൻ്റെ രാഷ്ട്രീയ കളികൾ വ്യക്തമായി അറിയാം. അതുപോലെ തന്നെ കോൺഗ്രസിലെ നേതാക്കൾ കേരളം ഒട്ടുക്കുള്ള മുതിർന്ന നേതാക്കൾക്കറിയാം അൻവറിൻ്റെ എന്തൊക്കെ രാഷ്ട്രീയ കളികളാണ് ഇനി വരാൻ പോകുന്നതെന്നും ഏതൊക്കെ കടമ്പകളാണ് അൻവർ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നതെന്നും. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ നിന്നും പാർട്ടിയിലേക്ക് അൻവർ പരക്കാൻ പായുകയാണ്. കോൺഗ്രസിൽ കടക്കാൻ നോക്കി, UDF-ലേക്ക് കയറാനുള്ള വഴിയായി TMC നോക്കിയെങ്കിലും അൻവറിന് ഇപ്പോൾ അതും സാധിക്കാത്തൊരവസ്ഥ. എന്തായാലും കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും കാത്തിരുന്ന് നോക്കുകയാണെങ്കിൽ അൻവർ TMCയിൽ നിന്നും ചാടുമോ ഇല്ലയോ എന്ന്.